channel Hayatami. So, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. സോ ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു ബുക്ക് ഷെൽഫാണ്. സോ ദിസ് വാസ് ആക്ച്വലി വെരി നെസസറി ഫോർ മീ. അപ്പോൾ ഞാൻ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഫ്ലിപ്കാർട്ടിൽ കണ്ടപ്പോഴത്തേക്കും ഞാൻ വാങ്ങി. സോ ഇതിൻ്റെ റിവ്യൂവിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. സോ വെൻ ഐ അൺബോക്സ്ഡ് ഇറ്റ്, കുറച്ച് ഇതുപോലത്തെ സ്റ്റീലിൻ്റെ ഇതുണ്ടായിരുന്നു. സോ ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് എന്തായിരുന്നാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഇത് വന്നിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് ഒരു 5-6 ഇതായിട്ടായിരുന്നു. സോ ഇത്രയാണ് ഈ ബോക്സിനകത്ത് ഉണ്ടായിരുന്നത്. സോ അതിൻ്റെ മാനുവൽ സെറ്റപ്പ് ചെയ്യാനുള്ള മാനുവലിൻ്റെ ഒരു പേജ് ഉണ്ടായിരുന്നു. ദെൻ ഒരു ക്ലോത്തിൻ്റെ അതായത് ക്ലോത്ത് വെച്ച് കവർ ചെയ്ത് കൊടുക്കാനായിട്ട് ക്ലോത്ത് 2 സെറ്റ് ഓഫ് ക്ലോത്ത് ഉണ്ടായിരുന്നു. ലൈക്ക് വലിയ സൈസ് എന്ന് പറയാൻ പറ്റൂല, എന്നാലും ഒരു ആവറേജ് മീഡിയം. ലൈക്ക് ഞാൻ എൻ്റെ പിക്ചറിൽ കാണുന്നത് ആ ഒരു സൈസ്. സോ 8 പീസസ് ഓഫ് സ്ക്വയറിൻ്റെതും പിന്നെ 5 പീസസ് ഓഫ് മറ്റേ ലെങ്ത് കൂടിയതും കൂടെ ഉണ്ടായിരുന്നു. സോ ഇതിനെ സംഭവം ഈ പ്ലാസ്റ്റിക്കിൽ ഇങ്ങനെ ഈ സ്റ്റീൽസ് ഇങ്ങനെ വെച്ച് കൊടുക്കണം. നമുക്ക് ഫിറ്റായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റും. എന്നിട്ട് അതിലേക്ക് ഇതുപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത്. അതായത് അതിൻ്റെ ഹോള് കറക്റ്റായിട്ട് വീണ രീതിയിൽ. ഇത് നമ്മൾ എത്രത്തോളം പെർഫെക്റ്റായിട്ട് നമുക്ക് സ്റ്റാൻഡ് വെച്ചെടുക്കാൻ പറ്റുന്നോ അത്രത്തോളം പെർഫെക്റ്റായിട്ട് സ്റ്റാൻഡ് അവിടെ സ്റ്റിഫായിട്ട് ഇരിക്കും. അപ്പോൾ സോ മാക്സിമം അപ്പം ഞാനിത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരബദ്ധം പറ്റിയായിരുന്നു. അതായത് വെച്ച് കൊടുത്തപ്പോഴത്തേക്കും ഈ ക്ലോത്ത് വയ്ക്കാൻ മറന്നു. നമ്മൾ ക്ലോത്ത് ഇത് ഒരു സൈഡിൽ ഇങ്ങനെ ഇത് ഈ സ്റ്റീല് വെച്ചിട്ട് ക്ലോത്ത് വെച്ചിട്ടാണ് മറ്റേ സൈഡ് ക്ലോസ് ആക്കാനുള്ളത്. സോ ക്ലോത്ത് വെക്കുന്ന സമയത്തും നമ്മൾ മറ്റേ ഫസ്റ്റ് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള സ്റ്റീലിനെ കവർ ചെയ്തിട്ട് താഴെ മിഡിൽ പോർഷനിലുള്ള 2 സ്റ്റീല് നമ്മൾ അതിങ്ങനെ കവേർഡ് ആവാത്ത രീതിയിൽ വേണം ചെയ്യാൻ, എന്നാലേ ഒരു വൃത്തി കാണത്തുള്ളൂ. എന്നിട്ട് 4 സ്റ്റീല് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കും. എന്നിട്ട് ഈ സ്റ്റീലിൽ നമ്മൾ പിന്നീട് ക്ലോത്ത് വെച്ച് സ്ക്വയർ ക്ലോത്ത് വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്യണം. ആക്ച്വലി ഇത് സിമ്പിളാണ് കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 10 to 20 മിനിറ്റ്സേ കൂടെ പോയാൽ എടുക്കത്തുള്ളൂ. സോ ഗൈസ്, അങ്ങനെ ബോക്സ് ആയിട്ട് നമുക്കിങ്ങനെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് വാസ് എ ഗുഡ് പ്രൊഡക്റ്റ്, വർത്ത് ദ മണി. സോ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നിങ്ങളുടെ സജഷൻസ് പറയൂ. സോ ഇഫ് യു ലൈക്ക് മൈ വീഡിയോ യു ക്യാൻ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.